ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് റെസിപ്പി വീഡിയോ ഒന്നുമല്ല. ഞാനൊരു കുടുംബസംഗമത്തിൻ്റെ കാര്യം കുറച്ച് നാളായിട്ട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആ കുടുംബസംഗമത്തിൻ്റെ ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ഓണാഘോഷ പരിപാടിയാണ്. അപ്പോൾ ഈ ആടുന്നത് എൻ്റെ ചേട്ടനും ചേട്ടത്തിയാണ്, അതായത് ഹസ്ബൻഡ് ചേട്ടനും ചേട്ടത്തിയും. അപ്പോൾ ചേട്ടനാണ് ഈ പരിപാടി തുടങ്ങി വെച്ചത്, അതായത് കപ്പിൾസ് ഊഞ്ഞാലാടുന്ന പരിപാടി. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആടുകയാണ്, ഞാനും ചേട്ടനും. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഫാമിലിയിൽ നിന്നും എല്ലാവരെയും, കപ്പിൾസായിട്ടുള്ള എല്ലാവരെയും നമ്മൾ വിളിച്ചിരുത്തി ഊഞ്ഞാലടിക്കുകയാണ്. ഇത് മാമൻ്റെ മോനാണ്, ഡോക്ടറാണ്, മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. ഹസ്ബൻഡും വൈഫും ഡോക്ടറാണ്. അതും വൈഫ് വന്നിട്ട് ഹോമിയോ ഡോക്ടറാണ്. അപ്പം ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇനി ആ അണ്ണൻ്റെ അനിയനും വൈഫുമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ആടുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇത് ചേട്ടൻ്റെ വല്യമ്മയുടെ മോനും പിന്നെ വൈഫുമാണ്. സ്ഥിരമായിട്ട് എനിക്ക് കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു ഇവർ രണ്ടുപേരുമാണ്. ഞാൻ പറയാറുള്ള ഇടയ്ക്കിടയ്ക്ക് രമ്യ ശ്രീമാർ എന്ന് പറയുന്നത് ഈ അണ്ണനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വേറൊരു മാമൻ്റെ മോനും വൈഫാണ്. മോനാണ് ആട്ടിക്കൊടുത്തത്, അതിൻ്റെ വൈഫാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് ആളുടെ അനിയനും വൈഫുമാണ്. അപ്പോൾ ഇത് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ഓണാഘോഷ പരിപാടി എങ്ങനെയൊക്കെ ഇതിനെ ഗംഭീരമാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ചേട്ടൻ്റെ വല്യമ്മയുടെ മോളും ഹസ്ബൻഡുമാണ്. അങ്ങനെ കപ്പിൾസായിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ആട്ടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് അളിയൻ്റെ മോളും ഹസ്ബൻഡുമാണ്, ആളുടെ മോളും മരുമോനുമാണ്. അപ്പോൾ വലിയ കുടുംബമാണ് കേട്ടോ ഞങ്ങളത്. അമ്മച്ചിക്ക് തന്നെ 11 മക്കളുണ്ട് കേട്ടോ. അപ്പം അതിൽ ഏറ്റവും ലാസ്റ്റാണ് എൻ്റെ ചേട്ടൻ്റെ അമ്മ. അപ്പം അങ്ങനെ ഇത് വന്നിട്ട് അളിയൻ്റെ മോനും മരുമോളുമാണ്. പിന്നെ കുട്ടികൾ സെറ്റ്. അപ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞ് ഈ ഒരു ഊഞ്ഞാലായിരുന്നു ഒരു അട്രാക്ഷനായിരുന്നു അന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് എപ്പിസോഡ്സ് ഉണ്ട് കേട്ടോ. അതിപ്പം ഞാൻ കുറേശ്ശായിട്ട് ഇടാം, കാരണം എന്ന് വെച്ചാൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നിച്ചിടണമെങ്കിൽ നമുക്കത് പറഞ്ഞു പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ എല്ലാവരും ഇതിൻ്റെ ഇടയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അടുത്ത വിശേഷമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.